എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനൻ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായി എന്തെങ്കിലും അറിയണമെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി കബഡി വെച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിൽ കിടക്കാം. നമുക്ക് എല്ലാവരെയും ഒരു ബാധിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. എല്ലാവരെയും അല്ല, എന്നെയും ബാധിക്കാം, നിങ്ങളെയും ബാധിക്കും. മൊത്തമായിട്ട് ആൾക്കാരെ ഈ കണ്ണുദോഷം, ദൃഷ്ടിദോഷം, ശത്രുദോഷങ്ങളൊക്കെ ബാധിച്ചുകൊണ്ടിരിക്കും. ഏറ്റവും കൂടുതൽ നമുക്ക് കണ്ണുദോഷം കിട്ടുന്നത് നമ്മുടെ പരിസരവാസിന്, അതായത് വീടിൻ്റെ അടുത്തുള്ള ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരിൽ നിന്നായിരിക്കും. രണ്ടാമത്തെ കാര്യം ബന്ധുക്കൾ. ഈ ബന്ധുക്കളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ചിരിച്ചിരിക്കും. ഇപ്പം നമ്മളൊരു ഉദാഹരണത്തിന് ഒരു കാറ് വാങ്ങി, അവൻ കാറെടുത്തത് പിന്നെ എന്ത് വേണം, ഒരമ്മയും മക്കളൊക്കെ ഇനി കാറിലായിരിക്കും. പരിസരവാസികൾ ഇത് തന്നെ. അതേസമയം കൂട്ടുകാരാണെങ്കിൽ അവൻ കാറെടുത്ത് കേട്ടോ, പെട്ടെന്ന് ഉയർന്നത്, അതും അങ്ങനെ പറയും. മിക്ക ആൾക്കാരും ഇത് ഉള്ള ഒരു കാര്യമാണ്. അപ്പം ചില ആൾക്കാർക്ക് അത് ആ ഒരു എനർജി കിട്ടും. അതായത് കഠിനമായ ശത്രുദോഷങ്ങൾ, പ്രാക്കുദോഷങ്ങൾ, അതുപോലെ തന്നെ ആഭിചാര ദോഷങ്ങൾ. അപ്പം നമുക്ക് ഈ കൂടുതൽ ബന്ധുക്കാരിൽ നിന്നായിരിക്കും കൂടുതൽ നമുക്ക് ഈ ശത്രുദോഷങ്ങൾ. ബന്ധുക്കാരെക്കാട്ടിയും കൂടുതൽ പറയുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പരിസരവാസികളിൽ നിന്നായിരിക്കും ശത്രുദോഷങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന നാലാ ദിക്കിൽ നിന്നും വരുന്ന പ്രാക്ക്, അതായത് നാലാ ദിക്കിൽ നിന്ന് വരുന്ന പ്രാക്കുകളും കാര്യങ്ങളും നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം? അത് നമുക്ക് കൂടിക്കൂടി വരുമ്പോൾ നമുക്ക് തലവേദനകളും കാര്യങ്ങളും ഉണ്ടാകും. അതായത് നിത്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാകും. ഉദാഹരണത്തിന് അവരങ്ങനെ നിരന്തരം നമുക്ക് പ്രാക്കുദോഷം ഉണ്ടെങ്കിൽ നമുക്ക് ജോലിക്ക് പോകാൻ മടി കാണിക്കും. അതായത് നമ്മൾ ഏത് കാര്യമാണോ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങൾക്കൊക്കെ പകുതി വെച്ച് നമ്മളൊരു ഉത്സാഹക്കുറവ് കാണിക്കും. ഇന്നാട്ടെ നാളെയാട്ടെ, ഇന്നാട്ടെ നാളെയാട്ടെ എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താന്ന് വെച്ചാൽ, ഇപ്പോൾ ചേച്ചിമാരും അമ്മമാരൊക്കെ ആണെങ്കിൽ വീടും പരിസരമൊക്കെ ഇന്നൊന്ന് ഒതുക്കി വെക്കാം, വെള്ളിയാഴ്ച നാളത്തേക്കാകാം. അന്ന് ആ പാത്രങ്ങളൊക്കെ പിന്നെ കഴുകുക. എന്നാൽ അത് വൈകിട്ട്, അത് ഉച്ചയാകും, അത് 4 മണിയാകും, വൈകുന്നേരം ആകും. അപ്പം ഇവർ എല്ലാത്തിലും ഒരു പുറകോട്ട് പോയി. അത് കൂടുതൽ ഈ കണ്ണുദോഷം പ്രാക്കുദോഷം അടിക്കുന്നുണ്ട്. നമ്മൾ പെട്ടെന്നൊന്ന് പോയിട്ട് വരുമ്പോൾ ഭയങ്കരമായിട്ടുള്ള തലവേദനയായിരിക്കും. പിന്നെ അമ്മമാർക്കും ചേച്ചിമാർക്കും ഒക്കെ മുടികൾ പെട്ടെന്ന് പോവുക, പെട്ടെന്നായിരിക്കും ഇവർക്ക് നെഗറ്റീവ് തലവേദനകൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതായത് വീട്ടിൽ നല്ലപോലെ ജോലി ചെയ്യുന്നവരായിരിക്കാം. ഇപ്പോൾ രാവിലെ സ്കൂളിലും ജോലിക്കും പോകുന്നവരൊക്കെ ആണെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നേരത്തെ ആകുമല്ലോ, ഒരു 7 മണിയൊക്കെ എങ്കിലും ആകും. അപ്പോൾ അതിനൊക്കെ ഒരു തടസ്സം ഉണ്ടാകുക. രാവിലെ എഴുന്നേക്കാൻ മടി കാണിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ കൃത്യനിഷ്ഠമായ പല കാര്യങ്ങളും നമുക്ക് തടസ്സം നേരിടേണ്ടി വരും. അതൊക്കെ ദൃഷ്ടിദോഷത്തിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ കണ്ണുദോഷം മാറ്റിയെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യുക? അതായത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ദേവീക്ഷേത്രം ഉണ്ടാകും. അതായത് തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയിട്ട് കണ്ണുദോഷം മാറാൻ വേണ്ടി കുറച്ച് ചെത്തിപ്പൂ, അതായത് ഒരു പിടി ചെത്തിപ്പൂ, ഈ ചെത്തിപ്പൂ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ചെത്തിപ്പൂ നമ്മുടെ കൈ വെച്ചിട്ട് നമ്മൾ ആദ്യമേ ദേവിയോട് പ്രാർത്ഥിക്കുക. അത് നമ്മൾ ഇലക്കകത്ത് വെച്ചാലും മതി. എന്നിട്ട് ദേവീ ക്ഷേത്രത്തിൽ ആ ചെത്തിപ്പൂ ഇലയും കൊണ്ട് ഒരു 7 പ്രദക്ഷിണം വെക്കുക. 7 പ്രദക്ഷിണം വെച്ചിട്ട് നമ്മൾ നേരത്തെ തന്നെ ശൂലിനി മന്ത്ര അർച്ചനയ്ക്ക് ചീട്ടെടുക്കുക. അതായത് ശൂലിനി മന്ത്ര അർച്ചനം, ഒന്നുകൂടെ പറയുന്നത് ശൂലിനി മന്ത്ര അർച്ചന. ഈ ശൂലിനി മന്ത്ര അർച്ചനയുടെ പ്രത്യേകത തന്നെ കഠിനമായ നെഗറ്റീവിനെയും ശരീരത്തെ, അതായത് ശത്രുദോഷങ്ങളെയും കണ്ണുദോഷം, പ്രാക്കുദോഷം, നമ്മുടെ ശരീരത്തുണ്ടാകുന്ന എല്ലാ നെഗറ്റീവ് ചിന്തകളെയും ശൂലിനി മന്ത്രം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ദേവീ ക്ഷേത്രത്തിൽ ചെത്തിപ്പൂ കൊണ്ടോ ചുമന്ന പൂക്കൾ കൊണ്ടോ ശൂലിനി മന്ത്രം ചെയ്യുക. അപ്പോൾ തിരുമേനിയോട് പറയുക, തിരുമേനി ഇതുകൊണ്ട് ശൂലിനി മന്ത്ര അർച്ചന ചെയ്തു തരാൻ പറയണം. അങ്ങനെ നമ്മളൊരു 7 പ്രദക്ഷിണം കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പൂവും കൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ദേവിയോട് പറയുക. എന്നിട്ട് 7 പ്രദക്ഷിണം കൊണ്ട് ശൂലിനി ചെയ്യുക. ശത്രുദോഷം, ദൃഷ്ടിദോഷം, പരിസരവാസികളിൽ നിന്നും, ബന്ധുക്കളിൽ നിന്നും, നാട്ടുകാരിൽ നിന്നും, കൂട്ടുകാരിൽ നിന്നും ഉണ്ടാകുന്ന ശത്രുദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് ശൂലിനി മന്ത്ര അർച്ചന ചെത്തിപ്പൂ കൊണ്ട് ചെയ്യുക. ഇത് ഒരു 3 ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ നമുക്കിത് ചെയ്യാനാണ്. 3 ഇല്ലെങ്കിൽ 7 11 തവണ ചെയ്യാം. ദോഷം കൂടുതലാണെങ്കിൽ 11 ആഴ്ച തന്നെ ചെയ്യണം. ചൊവ്വ വെള്ളി ഇത് 2 എണ്ണം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ രീതിയിലായിട്ടുള്ള മാറ്റങ്ങളുണ്ടാകും. പിന്നെ ശൂലിനി ജപിച്ച ചുമന്ന ചരട് നമ്മുടെ വലത് കൈ കിട്ടുക, വലത് കൈ തന്നെ കിട്ടാം. ചുമന്ന ചരട്, ഒരു ചരടിൻ്റെ കാലാവധി 21 ദിവസമേ കിട്ടത്തുള്ളൂ. ആ 21 ദിവസത്തേക്ക് നമ്മൾ ഈ ചരട് വലത് കൈ കിട്ടണം. ശൂലിനി മന്ത്രം ജപിച്ച ചരട്, ചുമന്ന ചരട് ഈ കൂട്ടത്തിൽ ജപിച്ചു തരാൻ പറയണം. അത് നമ്മൾ വലത് കൈയിൽ തന്നെ, വലതിലോ ഇടത് കൈയിലോ നമുക്ക് ശൂലിനി ജപിച്ച് കിട്ടാൻ ചുമന്ന ചരടിൽ തന്നെ വേണം, കറുപ്പ് പാടില്ല. അപ്പം നമുക്ക് ദൃഷ്ടിദോഷം, കണ്ണുദോഷം, നാവദോഷം കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി നമ്മൾ കബഡി വെച്ച് വേണമെങ്കിൽ നോക്കി പറയാം ഓരോരുത്തരുടെ കാര്യങ്ങൾ. അതിപ്പം ഇഷ്ടമുള്ളൊരു ദക്ഷിണ ആകത്തുള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒന്ന് കമൻറ്റും ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് വഴി നോക്കി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി പരിഹരിക്കുന്നതായിരിക്കും. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം.